ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷ്ണ മന്ത്രമാണ്, വളരെ ശക്തിയേറിയ മന്ത്രമാണ്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പച്ചമി അന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അബോഹന ച വേദൈശ്ച സർവൈർ അഹം ഏവ വേദോ വേദാന്ത കൃത് വേദ വിത് ഏവം ചാഹം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി പ്രമയാൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഇതിൻ്റെ അർത്ഥം, ഞാൻ ശരീരവും മനസ്സും ബുദ്ധിയുമല്ല, സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന അറിവ്. ഉള്ളിലുള്ള ശക്തിയെ അറിയാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഭഗവാനെ, ഭക്ഷണം ദഹിപ്പിക്കുവാൻ ശരീരത്തെ ചൂട് വേണം. ആ ചൂടിനെ വിളിക്കുന്ന പേരാണ് വൈശ്വാനർ. ഞാനാകുന്ന ജഡാരഗ്നി അന്നത്തെ ദഹിപ്പിക്കുന്നു. ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ അഗ്നി വേണം. ചൂട് പ്രാണനും. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ചൂടിനെ നിലനിർത്തി, ആവശ്യമായ പ്രാണനെ നിലനിർത്തി, ഉറക്കുകയും ദഹനവും നിലനിർത്തി ചെയ്യാൻ വേണ്ട വിധം ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും ഒരു ശക്തി വേണം. ആ ശക്തിയാണ് ഈശ്വരൻ. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ശ്വാസം നടന്നുകൊണ്ടിരിക്കുന്നു, ഉറങ്ങുമ്പോഴും നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരു നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. എന്നെ വിളിക്കുന്നത് ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ്. ഈ ചിന്തകൾ ശ്വ ഈ എന്ന് വെച്ചാൽ ഈശ്വരനിലെ ഈ ചിന്തകൾ. ശ്വ പ്രാണൻ. ര സൂചിപ്പിക്കുന്നത് അഗ്നി. ര എന്ന് പറയുമ്പോൾ നാക്ക് മേൽ തൊടും. ര ര അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. ഘർഷണം ഉണ്ടാകുമ്പോഴാണ് ചൂട് ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ അഗ്നി, പ്രാണൻ, ചിന്തകൾ, ഇതിനെ മൂന്നിനെയും ഉണർത്തി നിലനിർത്തി വേണ്ട വിധം പ്രവർത്തിപ്പിക്കുന്ന ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ. ഈശ്വരൻ എന്നത് പ്രാണൻ, അഗ്നി, ചിന്തകളെ ഉണർത്തി നിലനിർത്തുന്ന ശക്തി. ഈശ്വരൻ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മളല്ല. ഭഗവത്ഗീതയിൽ 18:61 പറയുന്നത് ഈശ്വരൻ എവിടെയിരിക്കുന്നു? സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു എന്നാണ്. ഈശ്വരൻ സത്യമാണ്, വിശ്വാസമല്ല. സത്യം പരം ധീമഹി എന്നാണ്. ഈശ്വരനിൽ വിശ്വാസമല്ല വേണ്ടത്. ഈശ്വരൻ എന്നത് സത്യമാണ്. സത്യമായി തന്നെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. തീ കത്തിക്കുമ്പോൾ കനലുണ്ടാകും. അത് കഴിഞ്ഞാൽ അത് ചാരമാണ്. അതിൽ കടലാസിട്ട് ഒന്നുകൂടി ഊതി നോക്കിയാൽ അത് കത്തും. ചൂട് തട്ടുമ്പോൾ ഇത് തന്നെയാണ്. നമുക്കും ഉള്ളിൽ ഈശ്വരീയമായ കനലുണ്ട്. അതിൻ്റെ മുകളിൽ ജീവിത ശീലങ്ങളാകുന്ന ചാരം വന്ന് മൂടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് അത് മൂടി ചാരമായി കിടക്കുന്നു. എപ്പോഴും വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ നമ്മുടെ ദുർബലത വന്ന് ചാരമായി മൂടുന്നതാണ്. ഇതാണ് ദൈവിക ശക്തി മങ്ങലേൽപ്പിക്കുന്നത്. ഒരു വിളക്ക് മേടിക്കുമ്പോൾ വളരെ തിളക്കമുണ്ടാകും. പിന്നീട് അത് കളർ മങ്ങുന്നു. വീണ്ടും അത് ഉരച്ച് ശരിയാക്കിയാൽ വീണ്ടും തിളങ്ങുന്നു. ഓരോ വ്യക്തിയിലും ഒരുപാട് നല്ല ശക്തികളുണ്ട്. അവിടെ മങ്ങലേറ്റ് കിടക്കുകയാണ്. മക്കൾ ജനിക്കുമ്പോൾ തന്നെ എല്ലാം പഠിപ്പിക്കണം. ദൈവത്തിൽ ഒരു ഉറപ്പ് ഉണ്ടാക്കണം. ദൈവം ഒരു സത്യമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കണം. അത് നമ്മുടെ അന്തരാത്മാവിനെ വിളിക്കുന്നതാണ്. ഈശ്വരൻ, ഈശ്വര എന്ന വാക്കിൻ്റെ അർത്ഥം ഗീതയിൽ 15-ാം അധ്യായത്തിൽ 14-15 ശ്ലോകം എടുത്താൽ അറിയാം. ഈശ്വരൻ എന്നാൽ എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം. ഗീതയിലുള്ള ഈ ശ്ലോകമാണ് നമ്മൾ മന്ത്രമായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കേൾക്കാനും പഠിക്കാനും ശ്രമിക്കുക.
എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഈ ശ്ലോകം ചൊല്ലുക. കുട്ടികളെയും ചൊല്ലിപ്പിക്കുക. അറിയാത്ത കുട്ടികൾ അവരെ കേൾപ്പിക്കുക. എല്ലാ ദിവസവും ഇത് ശീലമാക്കുക. എല്ലാവർക്കും ഉറങ്ങാൻ കഴിയണമെന്നില്ല. ഉറങ്ങുന്നതിന് മുന്നേയും ഈ ശ്ലോകം ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ്. എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാവർക്കും അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.